ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ആ ഒരു സ്റ്റാറ്റസ് അതേസമയം ഫേസ്ബുക്കിലോട്ടും കൂടി ആഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു വെക്കാവുന്നതാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ടും കൂടി പോസ്റ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ടും കൂടി പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓണാക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ ഒരു വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അക്കൗണ്ട് സെൻറ്ററിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പം നിങ്ങൾ അക്കൗണ്ട് സെൻറ്ററിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് സെൻറ്ററിൻ്റെ പേജിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടി അതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെൻറ്ററിലോട്ട് എങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുമ്പം അത് ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ടും കൂടി അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ട് കൂടി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.